അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഈ ഉമ്മയുടെ ഒരു ഫോട്ടോ കണ്ടു നിങ്ങൾ? 85 വയസ്സുള്ള പാത്തുമ്മ എന്ന് പേരുള്ള ഒരു ഉമ്മ വയനാട് ഭാഗത്താണ്. ഈ ഉമ്മ കഴിഞ്ഞ മെയ് അവസാന ഭാഗത്തൊരു ദിവസം ഈ ഉമ്മ മരിച്ച നിലയിൽ കാണപ്പെടുണ്ടായി. അപ്പോൾ ഈ ഉമ്മക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉമ്മ ഒറ്റക്കാണ് താമസം. മക്കളുപരൊക്കെ പുറത്തുണ്ട്, അടുത്തുണ്ട്. പക്ഷേ ഉമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുള്ളൂ. പക്ഷേ ഈ ഉമ്മാനെ മരിച്ചതിന് കാണപ്പെട്ടപ്പോൾ എന്താ ഉമ്മക്ക് സംഭവിച്ചത് മനസ്സിലായില്ല. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത വല്ലാത്തൊരു ഷോക്കിംഗ് ആണ്. കാരണം ഈ ഉമ്മ കൊല്ലപ്പെട്ടതാണെന്ന് അന്ന് സംശയമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് 17 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. 17 വയസ്സുള്ള ഒരു ചെറുക്കനാണ് ഈ ഉമ്മാനെ കൊന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാവ ഉമ്മ, 85 വയസ്സുള്ള ഈ ഉമ്മാനെ കൊലപ്പെടുത്തിയ ഒരു 17 വയസ്സുകാരൻ. ഞാനിത് കേട്ട് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാരണം എന്താണ് ഇപ്പോഴത്തെ ചെക്കന്മാർ ഈ ചെയ്ത് കൂട്ടുന്നത്? ഈ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഈ ഉമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു മോഷണമാണെന്നുള്ളത് ഏകദേശം മനസ്സിലായിരുന്നു. പക്ഷെ ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല. എന്തായാലും മുതിർന്ന ഒരാളാണ് എന്നൊരു ധാരണയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ തിരിച്ചറിയാണ് ഇതിൻ്റെ പിന്നിൽ മുതിർന്നവരൊന്നും ആരുമല്ല, 17 വയസ്സ് പോലും ആവാത്തൊരു ചെറുക്കനാണ്. ഇനിയിപ്പോൾ ഓനെ പിടിച്ചിട്ട് ചെയ്യുന്നൊരു രീതി എന്തായിരിക്കും അറിയോ? സാധാരണ വലിയ കുറ്റവാളികളെ പോലും അവനോട് പെരുമാറാൻ പറ്റില്ല. അവൻ ചെറിയ കുട്ടികളല്ലേ. അവൻക്ക് 17 വയസ്സുള്ളൊരു കുട്ടികൾ കുറ്റവാളികളായി കഴിഞ്ഞാൽ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുൻപിൽ കൊണ്ടുപോകും. അതിനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് കിട്ടുന്ന നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എന്താ ഇപ്പോൾ അവനക്ക് ഉണ്ടാവുക? വലിയ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. അവനക്ക് വലിയ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചിട്ട് മാധ്യമങ്ങൾ വന്ന് ഈ വാർത്ത ഒന്ന് കേട്ടു, സങ്കടപ്പെട്ടു ഇത് കേട്ടപ്പോൾ. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതിനു പിന്നാലെ പ്രതിയും പിടിയിൽ. വൈപ്പടി പാത്തു വധക്കേസിൽ നിയമവുമായി കലഹിക്കുന്ന കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് കേസിന്റെ ചുരുളഴിച്ച് പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കോട്ടത്തറ വൈപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുത്തിനി വീട്ടിൽ പാത്തു എന്ന 85-കാരിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെയ് 24-നായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. കഴുത്തിലെ എല്ലുകൾ പൊട്ടിയ നിലയിലും ശരീരമാകെ മർദ്ദനമേറ്റ പാടുകളോടെയുമായിരുന്നു മൃതദേഹം. പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്നതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വയോധികയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കഴുത്തിൽ വള്ളി ചുറ്റി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ നിയമവുമായി കലഹിക്കുന്ന കുട്ടിക്കെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. മോഷണം, സ്ത്രീകളെ ശല്യം ചെയ്യൽ, പണം ആവശ്യപ്പെട്ട് പ്രായമായവരെ ഉപദ്രവിക്കൽ തുടങ്ങിയ സംഭവങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. 2025 ഫെബ്രുവരിയിലും 2026 ജനുവരിയിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുമുണ്ട്. സംഭവത്തിന് പിന്നാലെ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാതിരുന്നതിനാൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഫിംഗർ പ്രിന്റ് വിഭാഗം, ഡോഗ് സ്ക്വാഡ്, സൈബർ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. കൽപ്പറ്റ ഡിവൈഎസ്പി അഷ്റഫ് തേങ്ങലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്. വിവിധ പോലീസ് വിഭാഗങ്ങളുടെ ഏകോപിത പ്രവർത്തനമാണ് കേസിന്റെ ചുരുളഴിക്കാൻ സഹായിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പിടിയിലായ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനു മുൻപിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇത്തരം കുറ്റവാളികൾക്ക് 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ആനുകൂല്യം കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവനൊക്കെ നാളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാവുകയെന്നറിയോ? ഇവൻ വലിയ ക്രിമിനലായിട്ട് മാറും. ഇത് വയനാട് മാനന്തവാടി ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ ഈ ഒരു വിഷയം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പേജിൽ ഞാൻ വാർത്ത വഴി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കാരണം 85 വയസ്സിൻ്റെ ഉമ്മാക്ക് ആ ഉമ്മാനെ തൊട്ട് കഴിഞ്ഞാൽ വീഴുന്ന അത്രയും പ്രായമായൊരു ഉമ്മ. അപ്പോൾ ആ ഒരു ഉമ്മാനെ കൊന്നിട്ട് അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ തോന്നുന്ന ആ ഒരു ചെറുക്കൻ്റെ, 17 വയസ്സുള്ള ചെറുക്കൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അവരെ നമ്മൾ ചെറിയ കുട്ടികളുടെ പരിധിയിൽപ്പെടുത്താൻ പറ്റില്ല. കുട്ടികളുടെ പരിധിയിൽപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഈ പ്രതിയുടെ പേരോ മറ്റു വിശദാംശങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് കൊടുക്കില്ലല്ലോ പോലീസ്. അതാണ് നിയമം. പക്ഷേ ഇവനെ വലിയ ആളുകളുടെ പരിധിയിലേ പെടുത്താവൂ. ഇവർക്ക് ഇന്നിപ്പോൾ 85 വയസ്സുള്ള പാത്തുമ്മ എന്ന് പേരുള്ള ആ ഉമ്മാനെ ഈ രീതിയിൽ പെടുത്താൻ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓന് പുറത്തിറങ്ങുന്ന അവസ്ഥ, അവന് ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് അവനക്ക് നമ്മൾ സാധാരണ കൊലപാതകം നടത്തിയ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന കരുതുന്നുണ്ടോ? അവനെ കുറച്ച് നല്ല നടപ്പിന് കുറച്ച് മാസം അതിൻ്റെ ഈ കുട്ടികളുടെ സ്കൂൾ ഇതിലേക്ക് പറഞ്ഞയച്ചയക്കും, കുറച്ച് വിദ്യാഭ്യാസങ്ങൾ കൊടുക്കും. ഓന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്പർ 1 ക്രിമിനലായിട്ട് മാറും. അപ്പോൾ അതിന് നമ്മുടെ നികുതി പണം കൊണ്ട് അവനെ തീറ്റിപ്പോറ്റുന്നൊരു സാഹചര്യം ഈ രീതിയിലേക്ക് മാറ്റരുത്. വലിയ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം നമുക്കൊരു നിയമത്തിൻ്റെ ഒരു ധാരണ, 18 വയസ്സായി കഴിഞ്ഞാലാണ് കുട്ടികൾ പ്രായപൂർത്തിയാവുക. ശരിയാണ്. പക്ഷെ അതൊക്കെ മാറി ഇന്നത്തെ പുതിയൊരു ലോകത്തിൽ ഒരു വലിയ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ വലിയ ബോധവും കാര്യങ്ങളൊക്കെ വരുന്നൊരു കാലമാണ്. നമ്മൾ കുട്ടികളുടെ പ്രായപൂർത്തിയാവുന്നവർ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ
പണ്ടത്തെ പ്രായത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള കുറ്റവാളികൾ നമുക്ക് എങ്ങനെ വരുന്നതോ, ഒന്ന് അനിയന്ത്രിതമായ ലഹരി, എവിടെ നോക്കിയാലും ഈ ലഹരി അവൈലബിളാണ്. ഇപ്പോൾ തൂഫാൻ അത് എന്നൊക്കെ പറഞ്ഞ പേരിൽ പലതും നടക്കുന്നുണ്ട്, വലിയ സന്തോഷം. പക്ഷേ അത് ഫലപ്രാപ്തിയിലാവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മദ്യശാലകളും മറ്റും അതിൻ്റെ വരവ് നിൽക്കണം. രണ്ട്, ഈ സ്വർണത്തിന് വില കൂടിയപ്പോൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് കരുതുന്ന ആളുകൾ, കുട്ടികൾ പഠിക്കുന്നില്ല, പഠിക്കാൻ കൊണ്ടാക്കുന്ന സമയത്ത് പഠിക്കില്ല, എന്നിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുക. പിന്നെ അവർ വളർന്നു വരുന്നൊരു ബാല്യം, ഇത്തരം കുട്ടികൾ വളർന്നു വരുന്നൊരു ബാല്യം വളരെയധികം ദുർഘടമായ സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, എങ്ങനെയും പണം ഉണ്ടാക്കുന്ന ലക്ഷ്യം മാത്രമായി. അപ്പോൾ ആ കുട്ടികളിലും എന്തുണ്ടാവുന്നുണ്ട്, ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത ഒരു ഷോക്കിംഗ് ആണ്. നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ്. 17 വയസ്സുള്ള ഈ ചെറുക്കനെ 17 വയസ്സുള്ളതിന് അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക. ഫാത്തുമ്മ എന്ന് പേരുള്ള 85 വയസ്സുള്ള വയനാട് ഭാഗത്തുള്ള ഉമ്മ പാവം മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അവരെ ഈ രീതിയിലല്ല പരിഗണിക്കേണ്ടത്. ഒരു 17 വയസ്സുള്ള ഒരാളല്ല, ഒരു മുതിർന്ന ഒരാളായിട്ടാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത്തരം കുറ്റവാളികൾ നാളെ ഇതിലും വലിയ കുറ്റവാളികളായിട്ട് വരാതിരിക്കാൻ അതുമാത്രമേ മാർഗമുള്ളൂ. പിന്നെ അവൻ്റെ വളർന്നു വന്ന രീതികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എങ്ങനെ അവൻ ഇങ്ങനെ ആയി എന്നുള്ളത്. അത്തരത്തിൽ നാളെ മറ്റൊരു കുട്ടികളും ഇങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ പരിഹാര കർമ്മങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു വല്ലാത്ത ഷോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് കഅബയുടെ കിസ്വ മാറ്റിയൊരു ദിവസമാണ്. കഅബയുടെ കിസ്വ മാറ്റുന്നത് ഹിജ്റ കലണ്ടർ, അതായത് മുഹറം 1 ആരംഭിക്കുമ്പോഴാണ്. മുമ്പൊക്കെ അറഫാ ദിനത്തിനാണ് ഇങ്ങനെ ഈ കിസ്വ മാറ്റിയിരുന്നത്. ഏകദേശം ഒരു 60 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ബ്ലാക്ക് പട്ടിൽ പൊതിഞ്ഞ കിസ്വയാണ് വിശുദ്ധ കഅബക്ക് അണിയിച്ചിട്ടുള്ളത്. അതൊരു വലിയ ചടങ്ങാണ്. അതൊരു വലിയ വാഹനത്തിൽ ആ കിസ്വ കൊണ്ടുവരും. എന്നിട്ട് പഴയ കിസ്വ അവിടെ നിന്ന് ഇത് ഉപയോഗിച്ച് താഴേക്ക് മാറ്റും. എന്നിട്ട് പുതിയ കിസ്വ അണിയും. ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാസമാണ് ഈ മുഹറം മാസം. എങ്ങനെയാണ് ഹിജ്റ കലണ്ടർ ഉണ്ടായെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഹിജ്റ കലണ്ടർ ഉണ്ടാവാൻ കാരണം അറബികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കലണ്ടർ ഉണ്ടായിരുന്നില്ല. അറബികൾ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് വർഷം കണക്കാക്കിയിരുന്നത്. ചില ആളുകൾ പറയുമ്പോഴും ആനക്കലഹ വർഷം, അങ്ങോട്ട് യമനിലെ ഒരു ഭരണാധികാരി ഒരു കൂട്ടം ആനകളുമായിട്ട് വന്ന് കഅബ തകർക്കാൻ വന്ന ഇൻസിഡൻറ്റിനെ ഓർമ്മപ്പെടുത്തിയിട്ട് ആനക്കലഹ വർഷമായിട്ട് കണക്കാക്കിയവരുണ്ട്. അല്ലെങ്കിൽ പ്രാദേശികമായ എന്തെങ്കിലും സംഭവങ്ങളെ വർഷമായിട്ട് കണക്കാക്കിയവരുണ്ട്. അങ്ങനെ അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു നിശ്ചിതമായ വർഷം അവർ കണക്കാക്കിയിരുന്നില്ല. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്ന സമയത്ത് ഒരു നിശ്ചിത വർഷം കലണ്ടർ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്ന സമയത്താണ് ഈ ബസ്രയിലെ ഗവർണറായിരുന്ന അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുമ്പോൾ അദ്ദേഹം എഴുതി, ഞാൻ ഷഅബാൻ മാസത്തിലാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പക്ഷേ ഇത് ഏത് വർഷത്തെ ഷഅബാനാണെന്ന് നമ്മൾ എങ്ങനെ പറയാം? ഇവിടെ പല കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വർഷം കണക്കാക്കി കൂടെ എന്നൊരു ചർച്ചയായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ആ സമയത്താണ് ഉമർ അള്ളാഹിൻ്റെ അടുത്ത് 2 കേസുകൾ വന്നു. 2 പേര് കടം കൊടുത്തതും വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ആ തർക്കം. ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്ന സമയത്താണ് തിരിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് ഏത് വർഷം എന്നുള്ളത് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിനൊരു നിയമം വേണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയും അങ്ങനെ പ്രമുഖ സ്വഹാബികളുമായിട്ടൊരു കൂടിയാലോചന നടത്തുകയും ചെയ്തു. അങ്ങനെ ഓരോ സഹാബികളും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആ ജന്മദിനം റബീഉൽ അവ്വൽ 12-ന് നോക്കിയിട്ട് നമുക്കൊരു വർഷം കണക്കാക്കാം. ചില ആളുകൾ പറഞ്ഞു, അല്ല വഫാത്ത് കണക്കാക്കിയിട്ട് വർഷം കണക്കാക്കാം. ഇങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റുകൾ ഉണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖ ഇൻസിഡൻറ്റുകളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇത് വെച്ച് വർഷം കണക്കാക്കാം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ചർച്ചയിൽ തീരുമാനമായില്ല. ഒടുവിൽ അലി റളിയല്ലാഹു തീരുമാനം പറഞ്ഞു, നമുക്ക് മുഹറം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു 12 മാസം കണക്കാക്കിയിട്ട് ഒരു വർഷം കണക്കാക്കാം. അങ്ങനെ മുഹറമാണ് ഹിജ്റ കലണ്ടറിൻ്റെ ആദ്യത്തെ മാസമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൗതുകരം ഈ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല എന്നുള്ളതാണ്. മുഹറം മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന സംഭവങ്ങളും നടന്നിട്ടില്ല. ഹബീബായ നബിയുടെ ജന്മദിനം ആ മാസമല്ല, വഫാത്ത് ആ മാസമല്ല, അതോടൊപ്പം മക്കം വിജയം ആ മാസമല്ല. ഇങ്ങനെ ഒന്നും ഹിജ്റ ആ മാസത്തിലല്ല. ഹിജ്റ റബീഉൽ അവ്വലിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മുഹറം 1-ന് ഈ ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു പുതുവർഷമായിട്ടാണ് കണക്കാക്കുക. ജൂതർക്ക് ജൂതരുടേതായ ജൂയിഷ് കലണ്ടർ ഉണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് മലയാള മാസത്തിൻ്റെ കലണ്ടർ ഉണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ റോമൻ
ഇംഗ്ലീഷ് മാസത്തിൻ്റെ കലണ്ടർ ഉണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും ഓരോ കലണ്ടറായിട്ട് ഉപയോഗപ്പെടുത്തലുണ്ട്. ഇസ്ലാമിക ആരാധനകളും ചടങ്ങുകളുമൊക്കെ ഹിജറ കലണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടപ്പിലാക്കൽ. അങ്ങനെ ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ട ഒരു കലണ്ടറാണ് ഹിജറ കലണ്ടർ. ഇത് ചന്ദ്രമാസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കലണ്ടർ പരുവപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് മുഹറം 1 ആണെങ്കിൽ ഹിജറ വർഷം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഹിജറ വർഷം ഇന്ന് എത്രയാണ്? ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.